Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ, നിങ്ങളുടെ പ്ലാനുകൾക്ക് വേണ്ടി ഞാൻ 2 സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇന്നാ കണ്ടില്ലേ, സ്വീറ്റിന്റെ ബോക്സ്, പിന്നെ ഒരു കണ്ണാടിയും. ദേ കണ്ടോ? ഹലോ, താങ്ക് യു വെരി മച്ച് വൈറസ് സർ. ഇതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, താങ്ക് യു. ജോൺ, നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും നീ ഇതുവരെ എന്നെ പറ്റിക്കുകയായിരുന്നു. അത് മനസ്സിലിരിക്കട്ടെ. ഇതുവരെ തന്ന ഒരു സാധനത്തിനും നിങ്ങൾ പണമേ തന്നിട്ടില്ല. വൈറസ് സർ, ഓരോ ദിവസത്തിനും ഒരു രാത്രിയും ഒരു പകലും ഉണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് എല്ലാ ഗാഡ്ജറ്റിന്റെ പൈസയും കിട്ടും. നോക്കിക്കോളൂ. നമ്പർ 1, വൈറസ് സാറിന് ആ നോട്ട് കട്ടുകൾ എടുത്തിട്ട് വന്ന് കാണിക്കടാ. വൈറസ് സാർ, നോട്ടുകളൊക്കെ പിന്നെ കാണാം. ആദ്യം ഈ കണ്ണാടയുടെ ഡിസ്ക്രിപ്ഷൻ പറയൂ, കേൾക്കട്ടെ. തീർച്ചയായിട്ടും ജോൺ, ഈ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പത്ലുവിന്റെ കണ്ണാടി പോലെ തന്നെ ഇരിക്കും. നീ എങ്ങനെയും ഈ കണ്ണാടി പത്ലുവിന്റെ കണ്ണാടിക്ക് പകരം മാറ്റി വെക്കണം. പിന്നീട് നിനക്ക് ഈ റിമോട്ട് ഉപയോഗിച്ച് ഈ ബട്ടൺ അമർത്തിയാലുണ്ടല്ലോ, പിന്നെ പത്ലുവിന് മുമ്പിലുള്ളതെല്ലാം മങ്ങലായിട്ടേ കാണത്തുള്ളൂ. ദൂരത്തുള്ളത് മാത്രമേ ക്ലിയർ ആയി കാണാൻ സാധിക്കുള്ളൂ. നീ ബട്ടൺ വീണ്ടും ഡൗൺ ആക്കി കഴിഞ്ഞാൽ പത്ലുവിന് ദൂരമുള്ളതും അടുത്തുള്ളതും എല്ലാം ഭംഗിയായി കാണാൻ സാധിക്കും. വെരി ഗുഡ് വൈറസ് സാർ. ഇപ്പൊ ഈ സ്വീറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാമെന്ന് പറയാമോ പ്ലീസ്? ഈ സ്വീറ്റിനകത്ത് മെറ്റലിന്റെയും മാഗ്നറ്റിക്കിന്റെയും പൊടികൾ കലർന്നിരിക്കുകയാണ്. ഇത് നീ ആർക്ക് കൊടുത്താലും ഇത് അവരുടെ പല്ലുകൾക്കിടയിൽ ചെന്ന് അങ്ങ് കുടുങ്ങും, പിന്നെ പുറത്തേക്ക് വരത്തേയില്ല. പിന്നീട് ഈ റിമോട്ട് ഉപയോഗിച്ച് അവരുടെ വായ് നിനക്ക് നിരന്തരമായി മൂടാൻ സാധിക്കും. ഈ മാഗ്നറ്റും മെറ്റലും കൊണ്ട് ആകർഷണം ഉള്ളതുകൊണ്ട് അവരെന്നേക്കുമായി വായ് മൂടി വെക്കും. നിങ്ങൾ ശരിക്കും സൂപ്പർ ആയിട്ടുള്ള സാധനം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സന്തോഷത്തിൽ നിങ്ങളും ഒരു സ്വീറ്റ് കഴിച്ചാട്ടെ. വൈറസ്, നിങ്ങൾ ഇതിനൊക്കെ എത്രയാണ് പൈസ എന്ന് പറഞ്ഞില്ലല്ലോ. എത്ര വേണമെന്ന് പറയൂ, വേഗം പറയൂ. എന്തെങ്കിലും പറയൂ സർ. പൈസ നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. എത്ര വേണമെന്ന് പറയൂ, വേഗം പറയൂ വൈറസ്. മനസ്സിലായി. നിങ്ങൾ 10 രൂപ എന്നല്ലേ പറയുന്നത്? ഇന്നാ പിടിച്ചോളൂ, നിങ്ങൾ ചോദിച്ച 10 രൂപ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങൾക്ക് 10 രൂപയല്ലേ വേണ്ടത്? അപ്പൊ ഇന്നാ പിടിച്ചോളൂ. ഹലോ മോട്ടു, ഇന്നാ സ്വീറ്റ് കഴിക്ക. ഇല്ല സാരില്ല, വേണ്ട, ഇരിക്കട്ടെ. എന്താ ജോൺ, എന്ത് പറ്റി? സ്വീറ്റ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ തരാത്തത്? ഇതിൽ സ്പെഷ്യലായ കാര്യമൊന്നുമില്ല. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സ്വീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെ പോലുള്ള ഒരുത്തന്റെ കയ്യിൽ നിന്നും നിങ്ങൾ എങ്ങനെ സ്വീറ്റ് മേടിച്ച് കഴിക്കും? ഐ എം സോറി ജോൺ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മോഷണം എന്നൊക്കെ വെച്ചാൽ തെറ്റ് തന്നെയാ. പക്ഷെ ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് സ്വീറ്റ്സ് ഞാൻ തീർച്ചയായിട്ടും കഴിച്ചോളാം. ഹാപ്പി ബർത്ത്ഡേ ജോൺ, ഹാപ്പി ബർത്ത്ഡേ. തരൂ, സ്വീറ്റ് തരൂ. അതെ സുഹൃത്തെ, നിനക്കൊരു കാര്യം അറിയാമോ? പത്ലുവിന് 10 കോടി ലോട്ടറി അടിച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ആ കാര്യം ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും. പത്ലുവിന് 10 കോടി രൂപ ലോട്ടറി അടിച്ച ശേഷം ആള് തന്നെ അങ്ങ് മാറിപ്പോയില്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കേട്ടായിരുന്നു. അവന്റെ സുഹൃത്ത് മോട്ടുവിനെ അവനിപ്പൊ നോക്കുന്നു പോലുമില്ല, അവോയ്ഡ് ചെയ്യണത്രേ. മോട്ടു എന്തെങ്കിലും ചെയ്ത് വെറുതെ അവനെ ദേഷ്യപ്പിടിപ്പിക്കുകയാണത്രേ. ഇതറിഞ്ഞ് മോട്ടു ദേഷ്യപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ആ 10 കോടിയും അവന് സ്വന്തമായിട്ട് അനുഭവിക്കാലോ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ലെന്നേ. ഫ്രണ്ട് എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞു നടക്കുകയായിരുന്നു. ചെയ്യുന്നതെല്ലാം ഒരു കളി തമാശയാണ് അവന്. കാശിന് വേണ്ടി ആരെങ്കിലും ഒരു ഫ്രണ്ടിനെ വിട്ടുകൊടുക്കോ?
എന്തായാലും ഇപ്പൊ പത്തുലുവിന്റെ അടുത്ത് ചെല്ലാം. അപ്പൊ മനസ്സിലാവുമല്ലോ അവൻ എന്നെ ഒഴിവാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. പത്ലുവിന്റെ കണ്ണട ബ്ലർ ആവട്ടെ, പിന്നെ മോട്ടുവിന്റെ വായും അടയ്ക്കണം. എന്തു പറ്റി? എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോ കണ്ണട ശരിയാവണം, പിന്നെ മോട്ടുവിന്റെ വായും ശരിയാവണം. ഇപ്പൊ എല്ലാം ശരിയായി. ഇവൻ എന്നെ ശരിക്കും ഒഴിവാക്കിയിട്ടാണല്ലോ പോകുന്നത്. മോട്ടു, നീ എന്താ നടു റോഡിൽ നിന്ന് കരയുന്നത്? വൈ 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 വൈ. എന്റെ അമ്മ മോട്ടു ഒന്ന് പതുക്കെ കരയേ. നിന്റെ കണ്ണുന്ന വല്ല മഴവെള്ളം പോലെയാണ് വെള്ളം വരുന്നത്. എന്താ സംഭവിച്ചെന്ന് തെളിച്ച് പറയൂ 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 പറയൂ. എന്താണ് ശരിക്കും പറ്റിയത്? ചിങ്കം സാറ്, പത്തുലു എന്നെ ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല. 10 പൈസക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഏതായാലും താൻ അത് പറഞ്ഞതുകൊണ്ട് നമുക്ക് പോയി ചെക്ക് ചെയ്യാം. വന്നേ. മോട്ടു, നീ ഈ വഴിയിലൂടെ തന്നെ പോ. നമുക്ക് നോക്കാം പത്രു നിന്നെ ഇഗ്നോർ ചെയ്യണ്ടോ ഇല്ലയോ എന്ന്. പത്ലുവിന്റെ കണ്ണട ബ്ലർ ആവണം, പിന്നെ മോട്ടുവിന്റെ വായും അടയ്ക്കണം. എന്തു പറ്റി? എനിക്ക് ഒന്നും നേരെ കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? എനിക്ക് ഇപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. ശരിയായി. എന്റെ അമ്മോ, അതിന്റെ അർത്ഥം മോട്ടു പറയുന്നത് വളരെ സത്യമാണ്. പത്തുലു സുഹൃത്ത് മോട്ടുനെ ഒന്ന് നോക്കിയത് പോലും ഇല്ല. മോട്ടു കണ്ടില്ലേ ചിങ്കം സാറേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വെറും 10 കോടി രൂപയ്ക്ക് വേണ്ടി എന്നെ ഒഴിവാക്കുകയാണ്. എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. റോഡിൽ കിടക്കുന്ന എന്റെ ദേഹത്ത് ചവിട്ടിയാണ് അവൻ പോയത്. മോട്ടു 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 മോട്ടു, പ്ലീസ് കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. എനിക്കിത് കാണുമ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പത്ലു ആണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓ നോ. ഞാൻ എന്റെ വലിയേട്ടനായ ഡോക്ടർ ജഡ്കയോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോവാ. ഡോക്ടർ ജഡ്ക, എന്നെ കണ്ണട ഒന്ന് ചെക്ക് ചെയ്യോ? രാവിലെ തൊട്ട് ഞാൻ കാണുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കണ്ണ് കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല. എന്റെ കണ്ണടയുടെ പവർ കൂടിയിട്ടൊന്നും ഇല്ലല്ലോ. അതെ മോട്ടോ, താൻ രാവിലെ തൊട്ട് എവിടെയായിരുന്നോ? എടാ ദ്രോഹി, സ്വാർത്ഥ, അത്യാഗ്രഹി, ഘസിട്ടറാം. കൊതിയന്മാർക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ഗ്രീഡി. പിന്നെ ചിങ്കൻ സാറേ, നിങ്ങൾ പറയൂ. നന്ദിയില്ലാത്തവനെ. നന്ദിയില്ലാത്തവനെ. എന്നെ ഇത്രയും ചീത്ത വാക്കുകൾ കൊണ്ട് വഴക്ക് പറയാതെ കാര്യം എന്താന്ന് പറയും മോട്ടു. എന്ത് ചെയ്തെന്നോ? നിനക്ക് 10 കോടി രൂപയാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. പക്ഷേ അത് നീ എന്നിൽ നിന്ന് ഒളിച്ചിരിക്കുന്നു. മോട്ടു, എനിക്ക് 10 കോടിയുടെ ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും അറിഞ്ഞിട്ടില്ല. എപ്പോ അടിച്ചെന്നോ? എടാ പത്ലു, ഈ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും നിനക്ക് ലോട്ടറി അടിച്ച കാര്യം അറിയാമല്ലോ. അറിയോ നിനക്ക്? എന്റെ അമ്മോ, ഞാനത് നേരിട്ട് കണ്ടു. മോട്ടു വഴിയിലൂടെ വീണപ്പോ നീ അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ മീതെ തന്നെ നടന്നോണ്ട് പോയി. അവന്റെ ശരീരത്തിൽ നീ കേറിപ്പോയി. ഞാനത് നേരിട്ട് കണ്ടതാണ്. മോട്ടു, ആദ്യം ഞാൻ പറയുന്ന കാര്യം കേക്ക്. എനിക്ക് 10 കോടിയുടെ ലോട്ടറി ഒന്നും ഞാൻ അടിച്ചിട്ടില്ല. നിന്നോട് തീർച്ചയായിട്ടും ആരോ കള്ളം പറഞ്ഞിരിക്കുക. അങ്ങനെ ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്താ എന്നെ അപ്പൊ തന്നെ പുറകിൽ നിന്ന് വിളിക്കാത്തെ? പറയുമോട്ടോ. അറിയില്ല, കാലത്തൊട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ആയിരുന്നു. അറിയോ നിനക്ക്? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അതെ മോട്ടു, രാവിലെ മുതൽ നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് പോലും കാണുന്നില്ലായിരുന്നു നേരെ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ജഡ്ക, എത്രയും പെട്ടെന്ന് എന്റെ കണ്ണട ചെക്ക് ചെയ്ത് എന്താ പ്രശ്നം എന്ന് കണ്ടുപിടിക്കൂ. ചേട്ടാ, എന്റെ സുഹൃത്ത്, എന്റെ ചങ്ക, എന്റെ ബ്രോ മോട്ടുവിന്റെ വായില് മെറ്റൽസും പിന്നെ മാഗ്നറ്റ്സിന്റെ പാർട്ടിക്കിൾസും ഉണ്ട്. ഇതുകൊണ്ട് ആര് വേണമെങ്കിലും മോട്ടുവിന്റെ വായ റിമോട്ട് കൺട്രോൾ വെച്ച് അടയ്ക്കാൻ കഴിയും. എവിടെ നിന്റെ കണ്ണട കാണട്ടെ? ഓ നോ പത്ലു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, നിന്റെ കണ്ണടയും വിഷൻ കൺട്രോൾ കണ്ണടയാണ്. ആര് വേണമെങ്കിലും നിന്റെ കണ്ണടയെ റിമോട്ട് വെച്ച് ബ്ലറായിട്ടും ക്ലിയർ ആയിട്ടും മാറ്റാൻ കഴിയും. പൊളിക്കടുത്തല്ല, ഇതിപ്പോ ഡബിൾ ട്രബിൾ ആയല്ലോ. പത്ലു, ഈ കണ്ണട നീ ഇട്ട് നോക്ക്. നിനക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പറ.
പത്തലു സമൂസയുണ്ടോ? നീ എന്താ ചെയ്യുന്നത്? മതി നിർത്ത്. ചിക്കാം സാർ, ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ബാറ്റ് എവിടെയാ ഉള്ളത്? എനിക്ക് ക്രിക്കറ്റ് കളിച്ചേ പറ്റൂ. വേണ്ട വേണ്ട, നിർത്ത്. ഇപ്പൊ നീ 4 അടിച്ചു, നീ 6 അടിച്ചു, ഇപ്പൊ നീ സെഞ്ചുറിയും അടിച്ചു കഴിഞ്ഞു. മാച്ച് തീർന്നു. വേണ്ട, മതി നിർത്തിയേക്ക്. വേണ്ട പ്ലീസ്. ഹോക്കി കളിക്കണമെന്നാ തോന്നുന്നത്. പ്ലീസ് ഞങ്ങളെ ജയിലിലേക്ക് കൂട്ടിട്ട് പോവൂ, അല്ലെങ്കിൽ സ്പോർട്സിലുള്ള എല്ലാ ഗെയിമും മോട്ട് ഞങ്ങളെ വെച്ച് കളിക്കും. വേണ്ട പ്ലീസ് സിംഗം സാർ, ഞങ്ങളെ ജയിലിലിടൂ. പ്ലീസ് സിംഗം സാർ, പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.